ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ വാചകമടി കൊണ്ട് തിളങ്ങി നിന്ന നേതാവാണ് ബിലാവൽ ഭുട്ടോ, സാക്ഷാൽ ബേനസീർ ഭുട്ടോയുടെ മകൻ. ഏതായാലും മുൻ വിദേശകാര്യമന്ത്രി കൂടിയായ ബിലാവൽ ഭുട്ടോ വാചകമടിയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഭീകരന്മാരായ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും ഇന്ത്യക്ക് വിട്ടു നൽകാൻ തയ്യാറാണ്, അവരിപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് എന്നും ഇന്ത്യ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തണമെന്നുകൂടി ബിലാവൽ ഭുട്ടോ തട്ടിവിട്ടു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദ് രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ പിതാവിനെയും രാജ്യത്തിനെയും അപമാനിച്ച ഈ ബിലാവൽ ഭുട്ടോയ്ക്കെതിരെയാണ് ഇപ്പോൾ ലഷ്കർ-എ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ നേതാക്കളും കമാൻഡർമാരും രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം എത്തിയത് ഹാഫിസ് സയ്യിദിന്റെ മകനായിരുന്നു. തൻ്റെ പിതാവിനെ അപമാനിച്ചിരിക്കുന്നു, പാകിസ്ഥാനെ അപമാനിച്ചിരിക്കുന്നു എന്ന് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടി പറയുന്നത്, എന്തിനാണ് ഇന്ത്യയെ ഇങ്ങനെ അടിക്കടി ബിലാവൽ ഈ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഇമ്രാൻഖാന്റെ പാർട്ടി ചോദിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ചരിത്രം അറിയണം, ഹാഫിസ് സയ്യിദിനെ കുറിച്ച് അറിയണം, മസൂദ് അസറിനെ കുറിച്ച് അറിയണം. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അത് പറയുമായിരുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയും തട്ടിവിടുന്നത്. ഏതായാലും ബിലാവൽ ഭുട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് എന്തു പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. യു ടേൺ അടിക്കുമോ അതോ വീണ്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.